ബിജെപിക്കാർക്കും RSSകാർക്കേ കിട്ടിയുള്ളൂ. സ്വന്തമായി ഒരുപാട് ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ബിന്ദു ചേച്ചി എന്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. ആയിരക്കണക്കിന് ആളെ ഞാൻ കാണിച്ചു തരാം. ബിന്ദു ചേച്ചി വെല്ലുവിളിക്കുന്നു. ചേട്ടന് കിട്ടിയോ? ചേട്ടന് കിട്ടിയോ? 6000 രൂപ. 6000 രൂപ കിട്ടിയോ? കർഷകനാണോ? കർഷകനാണോ? ചേട്ടാ ഒരു നിമിഷം. ചേട്ടന് 6000 രൂപ കിട്ടി. ചേട്ടൻ എന്തോ ജോലി? എനിക്ക് വീട്ടുകാർക്കുണ്ട്, എന്റെ വീട്ടുകാർക്കുണ്ട്. കർഷകന് 6000 രൂപ എന്റെ വീട്ടുകാർക്ക് കിട്ടി. വീട്ടുകാർക്കാണോ? ചേട്ടന് 6000 കിട്ടിയോ? ആ കിട്ടിയെന്ന് പറഞ്ഞു നേരത്തെ. അതാണോ? ചേട്ടന് കിട്ടിയില്ല. എനിക്ക് വീട്ടുകാർക്ക് കിട്ടി. ഹലോ, ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രതിനിധിയോടും UDFന്റെ സ്ഥാനാർത്ഥിയോട് ഇവിടുന്ന് നിങ്ങൾ തമ്മിലടിച്ച് ജയിച്ചു പോയാൽ നിങ്ങളുടെ നേതാവ് ആരാന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അതായത് പ്രേമചന്ദ്രൻ ജയിച്ചു പോയാലും മുകേഷ് ജയിച്ചാലും നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണോ യെച്ചൂരിയാണോ എന്ന് LDFന്റെ പ്രതിനിധി പറയണം. അല്ലെങ്കിൽ പറയണം. ശരി ചോദിച്ചോ. ഉത്തരം ഏറ്റവും ഒടുവിൽ. ഞാൻ അങ്ങോട്ട് വരാം. പറഞ്ഞോ. പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയും കിട്ടിയില്ല എന്ന് പറയാം. ഉജ്ജൽ യോജനയുടെ എനിക്ക് കിട്ടിയതാണ്. ആൻഡ്രോയിഡ് സെറ്റ് ആരുടെ കയ്യിലുണ്ടോ അവർക്ക് എല്ലാവർക്കും വികാസ് ഭാരത് ഉജ്ജൽ ഗ്യാസ് യോജന പ്രകാരം ഗ്യാസ് കിട്ടിയോ? ഫ്രീ ആയിട്ട് കിട്ടി. ഒരു സംശയം കേക്കു ചേച്ചി. 2014 ഒരു സിലിണ്ടറിന് എത്ര രൂപയായിരുന്നു വില? അല്ല അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അരുൺ സാറേ, പ്രധാനമന്ത്രിയുടെ കിട്ടുന്നുണ്ടോന്നാണ് ഇവർ ചോദിച്ചത്. സാധാരണക്കാർക്ക് ഒരു 10 മിനിറ്റ് സമയം തരുവാണെങ്കിൽ നിങ്ങളുടെ ഏത് പഞ്ചായത്താണോ അവിടെ കിട്ടേണ്ട ലിസ്റ്റ് ഞങ്ങൾ എടുത്തു തരാം. ഗുണഭോക്താക്കളുണ്ട്. പറഞ്ഞോ. അതായത് LDF അധികാരത്തിൽ വരുമ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് വന്നത്. ഇവിടെ കർഷകർക്ക് ക്ഷേമനിധി കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല. അതേ കണക്ക് തന്നെ 7 മാസം കുടിശ്ശികയുണ്ട്. അതേ കണക്ക് തന്നെ കെട്ടിട നികുതി കൂട്ടി. അതേ കണക്ക് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ ആയിട്ടുള്ള ഈ കൊല്ലം കോർപ്പറേഷൻ 6 സെൻ്ററാണ് അനുവദിച്ചത്. ഡയറക്റ്റ് നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലാണ് പ്രവർത്തനം വരുന്നത്. പക്ഷേ ഇവിടെ ഫ്ലെക്സ് അടിച്ച് വെച്ചതെല്ലാം പിണറായി വിജയന്റെയും അത് കണക്ക് തന്നെ ഇവിടുത്തെ കോർപ്പറേഷൻ മേയറുടെയും മുകേഷിന്റെയും ഒക്കെയാണ്. ക്രെഡിറ്റ് അടിച്ചു മാറ്റി. ഡയറക്റ്റ് NHAയുടെ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ വരുന്ന പദ്ധതിയിൽ പോലും നാണവും മാനവും ഇല്ലാതെ ഫ്ലെക്സ് മാത്രം അടിച്ചു നടത്തുന്നു. പറയട്ടെ ഞങ്ങൾക്ക് ഞാനൊരു വയല് പ്രദേശം വയനാട് പഞ്ചായത്തിലെ വയല് പ്രദേശത്ത് താമസിക്കുന്നതാണ്. നിരവധി പ്രാവശ്യം പഞ്ചായത്തിന്റെ കണക്കന്നെ MP-മാരടുത്തും MLA-മാരടുത്തും പോയിട്ട് ഒരു കുടിവെള്ളം കിട്ടാൻ വേണ്ടി യാതൊരു വിധത്തിലുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടില്ലായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജലജീവൻ മിഷൻ പദ്ധതി വഴി എന്റെ വീട്ടിലെന്നല്ല ആ പ്രദേശത്തെ മുഴുവൻ വീട്ടിലെ ആൾക്കാർക്കും കുടിവെള്ളം കിട്ടി. NK പ്രേമത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞത് പദ്ധതി അഭിപ്രായം പറയാനുള്ള പറയട്ടെ. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞെന്താ? ചേട്ടൻ പറയാനുള്ള പറയട്ടെ. ജൽജീവൻ പദ്ധതി പ്രേമേന്ദ്രൻ വഴിയാണോ വന്നത്? അതങ്ങനെ വരുന്നത് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, MP അങ്ങനെ വരുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി എങ്ങനെ MP വഴി വരുന്നത്? നരേന്ദ്രമോദി സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോ അതെങ്ങനെ MP വരുന്നത്? എങ്ങനെ വരുന്നത്? നമ്മുടെ MP അല്ല, MP വഴിയല്ല. MP വഴിയല്ല. MP വഴി അടുത്ത പദ്ധതി ഞാൻ പറയട്ടെ. ഉജ്ജൽ യോജന വഴി സൗജന്യമായിട്ട് ഗ്യാസ് അടുപ്പം അത് കണക്ക് തന്നെ ഗ്യാസ് സിലിണ്ടർ ലഭിച്ചു. എന്റെ കുടുംബത്തിന് ലഭിച്ചു. പറയട്ടെ പ്രധാനമന്ത്രി കൃഷി സമ്മാൻ നിധി വഴി
ആയിരുന്നപ്പം ആ. കിസാന് കൊടുത്ത് വർഷം 6000 രൂപ കിട്ടിയില്ല. അവരടുത്ത വർഷം BJP ചേർന്നപ്പം ഇപ്പൊ കിട്ടുന്നുണ്ട്. BJP കാരി ആയതുകൊണ്ട് അവർക്ക് ഇപ്പൊ അത് കിട്ടുന്നുണ്ട്. അല്ല അങ്ങനെ ഒരു തരംതിരിവുണ്ടോ? BJP ഒരു തരംതിരിവുണ്ടോ? അല്ലെ LDF അല്ല അവര് BJP അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കർഷകർക്കുള്ള പദ്ധതിക്ക് BJP എന്ന തരംതിരിവിന്റെ ആവശ്യമില്ലല്ലോ. അല്ലെ LDF നിന്നപ്പോ അവർക്ക് കൊടുത്തില്ലല്ലോ. അന്ന് വന്നില്ലല്ലോ പദ്ധതി പിന്നല്ലേ വന്നത്. ഇല്ല അന്നേരം വന്നിരുന്ന സമയത്താണ് അവര് കൊടുത്തത്. ഇപ്പൊ പക്ഷേ LDF-ലാണോ BJP-ലാണോ? BJP-യില് ഇപ്പൊ ചേച്ചി ഇപ്പൊ എവിടാ? LDF-ലാണോ BJP-ലാണോ? അല്ല ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. ആ അത് ശരി. അത് അടിപൊളി. പറഞ്ഞോ. മറുപടി പറഞ്ഞോ. എന്താ ചോദിച്ചോ. ഇവിടെ ആരാ സംസാരിക്കണം? പെട്ടെന്ന് വേണം. ഈ വിഷയത്തിൽ നിന്ന് വിട്ട് വേറൊരു വിഷയം ചോദിക്കാനാ. കാര്യം പുരോഗതിയുടെ കാര്യം പറഞ്ഞ് ചിന്താചറോ നമ്മൾ കൊല്ലത്തുനിന്ന് ട്രെയിനിൽ എറണാകുളത്തേക്ക് പോകുമ്പോഴേ അഷ്ടമുടിക്കായലിന്റെ നടുക്കെ ഒരു മുറിഞ്ഞ പാലം നിപ്പുണ്ട്. കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരാഴ്ച 2-3 തവണ എറണാകുളത്ത് പോന്നേ. ഈ മുറിഞ്ഞ പാലം എപ്പോഴും മുറിഞ്ഞ് നിൽക്കുക. ഇവിടുത്തെ MLA-യുടെ വികസനം നടത്തുന്ന കാര്യം ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കഴിഞ്ഞ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് പിണറായി വിജയന്റെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്, അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ ജലകേളി കേന്ദ്രം മുതൽ ഇരവിപുരം വരെ ഉള്ള കൊല്ലം തോട് ശുചിയാക്കി ഗതാഗത യോഗ്യമാക്കി എന്ന് പറഞ്ഞ് മേഴ്സിക്കുട്ടി അമ്മയും ഈ മുകേഷും MLA നൗഷാദും കൂടെ ഇതിലേക്കൂടെ ബോട്ടിൽ കൂടെ ഓടിച്ചു പോയി. ഇപ്പോഴും പണിയടക്കുക. കള്ളത്തരങ്ങളാ പറയുന്നത്. ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും പണിയടക്കുന്നേ ഉള്ളു. റോഡ് സർവീസ്. പിന്നെ അടുത്തത് പെട്ടെന്ന് പറയണം. ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടുക. എല്ലാത്തിനും തീവലയാ. ചുക്കിനും മുളകിന് കൊത്തമ്പാലിന് സർവ്വതിനും വിലയാ. ഇവിടെ ആരാ ചോദിക്കുന്നത്? ഇവിടെ മോഡിയില്ല, പിണറായി വിജയനും ഇല്ല. സാധാരണക്കാര് രണ്ടറ്റങ്ങളൊക്കെ കൂട്ടിമുട്ടിക്കാൻ ബന്ധപ്പെടുകയാണ്. പെൻഷനും ഇല്ല. 7 മാസമായിട്ട് പെൻഷനും ഇല്ല. മരുന്നില്ല. പിന്നെ അത് തന്നെ സാധനമില്ല. മാവേലി സ്റ്റോറി ഒന്നുമില്ല. ഓടിഞ്ഞ ഷെൽഫ്. എന്താണ് ഭരണം? അതിനും വിലയാ. ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അത് വേറെ കാര്യം. പറഞ്ഞോ. ചേട്ടാ ഒരു നിമിഷം കൂടി പറഞ്ഞോ. വളരെ പെട്ടെന്ന് എനിക്ക് അതിഥികളിലേക്ക് പോകണം. പറഞ്ഞോ. ഇവിടെ ആദ്യം തന്നെ ആ ചേച്ചി പറഞ്ഞതിന് മറുപടി പറയാം. ചേച്ചി പറയുന്നു ഗ്യാസിന്റെ ഗ്യാസ് യോജന അത് 400 രൂപ. ഇന്ന് 100 രൂപ കുറച്ചു. ഇന്ന് 1000 പെട്രോളിന് 2 രൂപ കുറച്ചു മാത്രം. ഇന്ന് 1000 രൂപയിൽ എത്തി നിൽക്കുമ്പോൾ ചേച്ചിക്ക് അത് ജനങ്ങളുടെ പ്രശ്നമല്ല. ജനങ്ങളുടെ പ്രശ്നമോ? ഇന്ത്യയിലെ ജനതയുടെ പ്രശ്നമാണ്. പറയട്ടെ. ഇപ്പോഴേ 6000 രൂപ ഇവിടെ ആർക്കും ലഭിച്ചില്ല എന്ന് പറഞ്ഞു. കിസാൻ ചേച്ചി ഗ്യാസിന്റെ വിഷയം പറഞ്ഞല്ലോ. ഗ്യാസിന്റെ വില ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ ആണ് പറഞ്ഞത്. പറയട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതുപോലെ മോദി ഗ്യാരണ്ടിയുടെ കാലമാണല്ലോ ഇപ്പം. അതെ തീർച്ചയായിട്ടും. മോദിയുടെ ഗ്യാരണ്ടി ചുമ്മാ പറയുന്ന ഗ്യാരണ്ടി അല്ല. നിങ്ങൾ അധികാരങ്ങൾ സ്വന്തമായി പ്രവർത്തിക്കുന്ന പറയട്ടെ. ചോദിക്ക്. നിങ്ങൾ അധികാരം ഞാൻ പറഞ്ഞതിന്റെ ആൻസർ ചോദിക്കോ. നിങ്ങൾ അധികാരത്തിൽ കയറിയപ്പോൾ 50 രൂപയ്ക്ക് പെട്രോൾ, 2 കോടി തൊഴിൽ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞ് നിങ്ങൾ അധികാരത്തിൽ കയറിയ. ഇപ്പൊ 2024 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടന്നു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ പ്രകടന പത്രികയിലുള്ള എത്ര കാര്യങ്ങളാണ് നിങ്ങൾ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. 2 രൂപ പെട്രോൾ ഇന്നലെ കുറച്ചു. പെൻഷന്റെ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞാണ് 2 രൂപ ഇവര് കൂട്ടിയത്. ഇപ്പൊ പെൻഷനുമില്ല. 50 പൈസ ഇവര് കുറയ്ക്കാത്തെന്ത്? അതുപോലെ പെൻഷന്റെ കാര്യം പറഞ്ഞു നിങ്ങൾ. ഇല്ല ഒരു മിനിറ്റ്. സപ്ലൈക്ക് നല്ല കിട്ടുന്നുണ്ടോ? എല്ലാം കിട്ടുന്നുണ്ട്. എന്താണ് 13 കൂട്ടം സാധനമില്ല. കിട്ടുന്നുണ്ടോ? പോയി മേടിക്കുന്നത് ചേട്ടൻ മാവേലി അതുപോലെ ശ്രീമതി ചിന്താ ജെറോം പറഞ്ഞു ഇവിടെ നിർമ്മല സീതാരാമനെ പ്രധാനമന്ത്രിയാക്കണമെന്നും പറഞ്ഞ് പ്രചാരണം നടത്തുന്നു. നിങ്ങൾക്കൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടോ? ത്രിപുരയിൽ 15 വർഷം ഭരിച്ചു. ഗയർ ഗൗരിയെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ച് ജയിച്ച പാർട്ടിയാണ് നിങ്ങളുടേത്. മനസ്സിലായി?